പത്തനംതിട്ടയിലേക്ക് പോകാം. റാന്നി, മന്ദിരം, പടിമിനി സിവിൽ സ്റ്റേഷൻ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ. ബസ് സ്റ്റോപ്പിലും ഇടവഴികളിലും തെരുവുനായകൾ സ്ഥിരസാന്നിധ്യമാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ഗ്രാമപഞ്ചായത്ത് തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ തുടർച്ചയായുള്ള ആവശ്യം. തെരുവുനായകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇഷ്ടം പോലെ ഒരു 10-20 എണ്ണം ഉണ്ട് ഇവിടെ. ഏത് സമയത്തും ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു അഭിഭാഷകയെ കഴിഞ്ഞ ദിവസം ഉപദ്രവിക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം ഇവിടെ സിവിൽ സപ്ലൈസിൽ വന്ന ഒരു അമ്മൂമ്മ കടിച്ച് കാല് പറിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഫോറസ്റ്റുകാരൊക്കെ കൂടെയാണ് ആശുപത്രി കൊണ്ടുപോയത്. നിരന്തരം ഇത് ശല്യം, ഇത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഈ കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തുകാർ വന്ന് കുറച്ച് ദിവസം തന്നെ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. ആ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് പട്ടി. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, വയോധികരുടെ അടക്കം കാല് കടിച്ചു മുറിക്കുന്നു, മുഖം കടിച്ചു മുറിക്കുന്നു, കുട്ടികളെ അടക്കം ആക്രമിക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? പത്തനംതിട്ടയിൽ എന്താണ് ഉണ്ടായത്? പത്തനംതിട്ട ജില്ലയിലെ റാന്നി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഈ കാണുന്നത് താലൂക്ക് ഓഫീസാണ്. ആ താലൂക്ക് ഓഫീസിന്റെ പ്രവേശന ഭാഗത്ത് തന്നെ ഒരു തെരുവുനായ ഇപ്പോൾ കിടക്കുന്നത് കാണാം. ഇത്തരത്തിൽ 20ഓളം തെരുവുനായ്ക്കളാണ് ഈ മിനി സിവിൽ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇവിടെ നിന്നും കുറച്ച് തെരുവുനായകളെ പിടിച്ചു കൊണ്ടുപോയി എന്ന് ആളുകൾ പറയുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും തെരുവുനായകൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ സർക്കാർ ജീവനക്കാരും ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിലേക്ക് വരുന്ന ആളുകളുമൊക്കെ ഈ ഭാഗത്തുകൂടി വളരെ ഭയത്തോടു കൂടിയാണ് കടന്നു പോകുന്നത്. വെയിൽ ഉള്ള സമയത്ത് ഈ തെരുവുനായകൾ വിവിധ വാഹനങ്ങളുടെ അടിയിലും ഒപ്പം തന്നെ തണൽ ഭാഗത്തേക്കൊക്കെ മാറിക്കിടക്കും. കഴിഞ്ഞ ദിവസം 2 പേർക്ക് ഇവിടെ തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇവിടെ താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമുണ്ട്. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് മുൻസിഫ് കോടതി, റാന്നി മുൻസിഫ് കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടം. നേരെ മുൻവശത്ത് കാണുന്നത് താലൂക്ക് ഓഫീസാണ്. ഇവിടെ തെരുവുനായകളുടെ ശല്യം എത്രമാത്രമുണ്ട്? നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെയുള്ളൊരു പേടി ഉണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര ശല്യമുണ്ടോ? ഭയങ്കര ശല്യം. ഇത് നിർവഹിക്കണം. ഈ തെരുവുനായെല്ലാം പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവാക്കണം. അല്ല ഇത് കൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി ആൾക്കാരെ പിടിച്ച് കടിക്കുകയും ചാകവും എല്ലാം ചെയ്യും, പ്രാന്ത് പിടിക്കുകയും ചെയ്ത് ഇതൊക്കെ ഭയങ്കര ദോഷമാണ്. ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഓടിച്ചിട്ട് കടിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും താലൂക്ക് ഓഫീസിന്റെ തൊട്ട് മുൻവശത്താണ് ഒരെണ്ണം കിടക്കുന്നത്. നമുക്ക് ഷുഗർ പേഷ്യൻ്റാ. തെരുവിൽ റോഡ് സൈഡ് നടക്കാനും പറ്റുന്നില്ല. വെളുപ്പ് കേന്ദ്രിച്ച് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തെരുനായി കണ്ടിട്ട് നമുക്ക് പേടി കൊണ്ട് ചത്തുപോകും. സാധാരണക്കാരാണല്ലോ ഇവിടെ. പത്തനംതിട്ടയിൽ നിന്ന് റാന്നി പ്രദേശവാസികളാണ് ഇപ്പോൾ ഈ പരാതി പറയുന്നത്.